നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന സുന്ദരമായ വീടുകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടിക്ക് സമീപത്തായി ബസ് റൂട്ടിൽ നിന്നും വെറും 250-300 മീറ്റർ മാത്രം ദൂരത്തായും നല്ല വീതി കൂടിയ ടാർ റോഡ്, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളിലും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1700ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും വീടിന് നൽകിയിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്ക് ഡബിൾ ഹൈറ്റോട് കൂടി തന്നെയാണ് ലിവിംഗ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ലിവിംഗ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വിൻഡോകൾ നൽകി നല്ല സൺലൈറ്റ് എപ്പോഴും ലഭിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ലിവിംഗ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ധാരാളം വിൻഡോകൾ നൽകി നല്ല മനോഹരമായ രീതിയിൽ തന്നെ വലിയ വെറ്റിഫൈഡ് ടൈൽസുകളെല്ലാം വിരിച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഷീറ്റ് വർക്ക് ചെയ്ത് നല്ല മനോഹരമായ സെക്യൂർഡായി തന്നെയാണ് ഈ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ നിന്ന് കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളിയിലേക്ക് 10-11 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരം, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വിൻഡോകൾ നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ഗ്രേ കളർ കോമ്പിനേഷനിൽ വാൾ ടൈൽസുകൾ നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 മെറ്റീരിയൽസിൻ്റെ ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളും ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റും അവൈലബിൾ ആണ്. ബാൽക്കണി കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഇനി ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1700ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 71 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വെറും 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക ഞങ്ങൾ ലോണാക്കി മന്ത്ലി EMI സൗകര്യം ഏർപ്പെടുത്തി നൽകുന്നതാണ്.
വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.